നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എനർജി മാനേജ്മെൻറ്റ് ഇൻ WSN ആണ്. ഓക്കെ, സോ ഇതിൽ ഭയങ്കര പ്രോബ്ലം വരുന്ന ഒരു കേസാണ് ഈ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം സെൻസറിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അപ്പം ഇതിൽ എന്താണ് ഇതിന് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ദി നോട്ട്സ് ആർ വെരി സ്മോൾ ഇൻ സൈസ് ടു അക്കോമഡേറ്റ് ഹൈ കപ്പാസിറ്റി പവർ സപ്ലൈസ്. ഓക്കെ, കമ്പയർഡ് ടു ദി കോംപ്ലക്സിറ്റി ഓഫ് ദി ടാസ്ക് ദേ ക്യാരി ഔട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന ആ കോംപ്ലക്സ് ടാസ്ക്കാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ സൈസ് വളരെ ചെറുതാണ് നോഡുകളുടെ. അപ്പോൾ എന്താണ് അവർക്ക് ഹൈ കപ്പാസിറ്റി പവർ സപ്ലൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മാനുവലി ചേഞ്ച്. ഓക്കെ, അപ്പം ഈ ബാറ്ററി എന്ന് പറയുന്നത് മാനുവലി ചേഞ്ച് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എന്താണ് ലാർജ് നമ്പർ ഓഫ് നോഡ്സ്. ഓക്കെ, ദെൻ എന്താണ് ദി സൈസ് ഓഫ് നോഡ് ഈസ് സ്റ്റിൽ എ കൺസ്ട്രെയിനിങ് ഫാക്ടർ ഫോർ റിന്യൂവബിൾ എനർജി ആൻഡ് സെൽഫ് റീചാർജിങ് മെക്കാനിസം. ഓക്കെ, അതായത് അത് എന്താണ് റിന്യൂവബിൾ അല്ലെങ്കിൽ സെൽഫ് റീചാർജിങ് മെക്കാനിസം. അപ്പോൾ ആ സൈസ്, നോഡുകളുടെ സൈസാണ് മെയിൻ പ്രോബ്ലം പറയുന്നത്. എന്താണ് ദി ഫെയിലിയർ ഓഫ് എ ഫ്യൂ നോഡ്സ് മേ കോസ് ദി എൻറ്റയർ നെറ്റ്വർക്ക് ടു ഫ്രാഗ്മെൻറ്റ് പ്രീമച്വർലി. ഓക്കെ, ദി പ്രോബ്ലം ഓഫ് പവർ കൺസപ്ഷൻസ് ക്യാൻ ബി അപ്രോച്ച്ഡ് ഫ്രം 2 ആംഗിൾസ്. അപ്പോൾ ഇതിന് നമുക്ക് 2 ആംഗിളിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാം ഈ പ്രോബ്ലം. ഒന്നെങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന് ഇല്ലാണ്ടാക്കാം, ഡെവലപ്പ് എനർജി എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം. ഓക്കെ, എനർജി കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടുള്ള. 2 സെൽഫ് ഓർഗനൈസിങ് മീഡിയം ആക്സസ് ആൻഡ് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. ഓക്കെ, സെൽഫ് ഓർഗനൈസ് ചെയ്യുന്ന ഓരോ നോഡും സെൽഫ് ഓർഗനൈസ് ചെയ്യാം. ദെൻ മീഡിയം ആക്സസ് ആൻഡ് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. എന്താണ് ഐഡൻറ്റിഫൈങ് ആക്ടിവിറ്റീസ് ഇൻ ദി നെറ്റ്വർക്ക് ദാറ്റ് ആർ ബോത്ത് വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി ദെൻ മിറ്റിഗേറ്റ് ദെയർ ഇമ്പാക്റ്റ്. ഓക്കെ, ആ അൺനെസസറി ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതൊക്കെ എന്താണ് കുറയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാം. പിന്നെന്താണ് പറയുന്നത്, മോസ്റ്റ് inefficient activities are results of non-optimal configuration hardware and software components. Okay, example, considerable amount of energy is wasted by idle processing. അപ്പം കുറേ പ്രോസസ്സർ കുറേ ഐഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് എനർജി വേസ്റ്റേജ് നടക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, അതായത് എ റേഡിയോ ദാറ്റ് എയിംലെസ്ലി സെൻസ് ദി മീഡിയം. ഓക്കെ, medium or overhears while neighboring nodes communicate with each other consume significant amount of power. Okay, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക. വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് ലോക്കൽ ഓർ ഗ്ലോബൽ. അപ്പം അൺനെസസറി ആക്ടിവിറ്റീസ് നമുക്ക് ലോക്കലായിട്ടും ഗ്ലോബലായിട്ടും ചെയ്യാം. അങ്ങനെയാണ് എക്സാമ്പിൾ, സം നോട്ട്സ് എക്സോസ്റ്റഡ് ദെയർ ബാറ്ററീസ് പ്രീമച്വർലി ബിക്കോസ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഓവർഹെഡിങ് ഓഫ് ട്രാഫിക്. ഓക്കെ, അപ്പം സം നോട്ട്സ് അപ്പോൾ എന്താണ് പ്രീമച്വർലി എങ്ങനെയാണ് ട്രാഫിക്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓവർ ഹിയറിങ് വരിക. ഓക്കെ, ദാറ്റ് കോസ് ദി കമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം ടു ബിക്കം ഓപ്പറേഷൻ ഓർ ലോങ്ങർ ടൈം ദാൻ ഒറിജിനലി ഇൻറ്റൻഡ്. അപ്പോൾ ഇങ്ങനെ ട്രാഫിക് ഓവർ ഹിയറിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് കൂടുതൽ സമയമെടുക്കും. സം നോട്ട്സ് എക്സോസ്റ്റഡ് ദെയർ ബാറ്ററീസ് prematurely because they are aimlessly attempt to establish link with the network that had become no longer accessible to them. അതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കുറേ സമയത്തേക്ക്, പക്ഷേ അത് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കൂടുതൽ പവർ യൂസ് ചെയ്യാണ്. അപ്പോൾ എന്താണ് അതിപ്പോഴും പ്രീമച്വർ ഓഫ് ബാറ്ററീസ് വരും. ഓക്കെ, അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഡൈനാമിക് പവർ മാനേജ്മെൻറ്റ്. ഓക്കെ, a dynamic power management strategy ensures that power is consumed economically. The strategy can have a local or global scope or both. A local DPM, dynamic power management strategy aims to, ഇപ്പോൾ ലോക്കലായിട്ടും ഗ്ലോബലായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഓരോ സെൻസറിനോടും എങ്ങനെയാണ് പവർ കൺസപ്ഷൻ,
കൺസംഷൻ reduce and minimize the power consumption of individual nodes by providing each subsystem with the amount of power that is sufficient to carry out a task at hand. Okay, അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് പവർ കൊടുക്കുക ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് അവരുടെ വർക്കിന് ആവശ്യമായിട്ടുള്ളത്. വെൻ ദർ ഈസ് നോ ടാസ്ക് ടു ബി പ്രോസസ്, അപ്പോൾ അവിടെ വേറൊരു ടാസ്കും പ്രോസസ്സ് ചെയ്യാനില്ലെങ്കിൽ എന്താണ് അതിനെ സ്ലീപ്പിംഗ് മോഡിലേക്ക് കൊടുക്കുക. ഓക്കെ, ദി DPM strategy forces some of the subsystem to operate at the most economical power mode or puts them into a sleeping mode. Okay, a global DPM strategy attempts to minimize the power consumption of overall network by defining a network while sleeping state. Okay, അപ്പം ഗ്ലോബൽ ആവുന്ന സമയത്ത് എന്താണ് ഓൾ നെറ്റ്വർക്കിന് എന്താണ് ഒരു പ്രോസസ്സിംഗ് ഒന്നും ഇല്ലെങ്കിൽ അതിന് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുക. അതാണ് ഡൈനാമിക് ആയിട്ട്. ഓക്കെ, അപ്പം സിങ്ക്രണസ് അസിങ്ക്രണസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ലീപ്പിംഗ് മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ അതിൽ എന്താണ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ സിങ്ക്രണസ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ എന്താ പറയുന്നത്, ലെറ്റ് ഇൻഡിവിജ്വൽ നോഡ് ഡിഫൈൻസ് ദെയർ ഓൺ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. ഓരോ നോഡും അവരുടെ ഒരു ഷെഡ്യൂൾ എന്താണ് ഇൻഡിവിജ്വൽ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ, എന്നിട്ട് ആ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ അവരുടെ ആ ഷെഡ്യൂൾ നൈബേഴ്സിന് കൊടുക്കുക. Okay, share these schedules with their neighbors to enable a coordinate sensing and an efficient internode communication. Okay, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്താണ് അവിടെ വരുന്നത്, ദി പ്രോബ്ലം ഈസ് ദാറ്റ് നൈബേഴ്സ് നീഡ് ടു സിങ്ക്രണൈസ് ടൈം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നൈബേഴ്സിന് എന്ത് ചെയ്യണം, അവരുടെ ടൈമെ സിങ്ക്രണൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും, ആസ് വെൽ ആസ് ഷെഡ്യൂൾ ആസ് ദി പ്രോസസ് ഇൻ എനർജി ഇൻറ്റൻസീവ്. ഓക്കെ, അസിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസിങ്ക്രണസ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ലെറ്റ്സ് ഇൻഡിവിജ്വൽ നോട്ട് കീപ് ദിയർ സ്ലീപ്പിംഗ് ഷെഡ്യൂൾസ് ടു ദംസെൽസ്. ഓക്കെ, അതായത് ഓരോ നോട്ട്സും അവരുടെ ഇത് ഇങ്ങനെ നൈബേഴ്സിനൊന്നും കൊടുക്കണ്ട, അവർ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, എ നോട്ട് ദാറ്റ് ഇനിഷ്യേറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ഷുഡ് സെൻഡ് എ പ്രിയാമ്പിൾ അണ്ടിൽ ഇറ്റ് റിസീവ്സ് ആൻ അക്നോളജ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് റിസീവർ പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഒരു നോഡിന് വേറൊരു നോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് കൊടുക്കുക, അതാണ് പ്രിയാമ്പിൾ അണ്ടിൽ ഇറ്റ് റിസീവ്സ് എ അക്നോളജ്മെൻറ്റ് ഫ്രം ദി. അപ്പോൾ ആർക്കാ റിസീവറിൻ്റെ അടുത്ത് നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അവോയ്ഡ് ദി നീഡ്സ് ടു സിങ്ക്രണൈസ് ഷെഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഈ നൈബേഴ്സിന് എന്ത് വേണ്ട, ഇങ്ങനെ അവർ എന്താണ് സിങ്ക്രണൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്താണ്, ഇറ്റ് ക്യാൻ ഹാവ് ലാറ്റൻസി സൈഡ് ഇഫക്ട്സ് ഓൺ ഡേറ്റ ട്രാൻസ്മിഷൻ. പക്ഷേ ലാറ്റൻസി പ്രശ്നം വരും, കാരണം അവിടുന്ന് മെസ്സേജ് എത്തി അവിടുന്ന് റിപ്ലൈ ഇങ്ങോട്ട് കിട്ടുന്ന ആ ഒരു ഡിലേ പ്രോബ്ലം. ഓക്കെ, ഇൻ ബോത്ത് അപ്രോച്ചസ് ഇൻഡിവിജ്വൽ നോട്ട് വേക്കപ്പ് പീരിയോഡിക്കലി. ഈ 2 കേസിലും ഇൻഡിവിജ്വൽ നോട്ട്സ് എന്താണ് പീരിയോഡിക്കലി വേക്കപ്പ് ചെയ്തു ടു ഡിറ്റർമിൻ വെദർ ദർ ഈസ് നോട്ട് ദാറ്റ് വിഷസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ടു പ്രോസസ് സ്റ്റാർട്ട് വെയിറ്റിംഗ് ഇൻ ക്യൂ. ഓക്കെ, എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ വെദർ ദർ ഈസ് നോട്ട് ദാറ്റ് ഏതെങ്കിലും നോഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യൂലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഇൻ WSN ആണ്. ഓക്കെ, അതിലിപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു പോവാണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വയർലെസ് സെൻസർ നെറ്റ്വർക്ക് പഠിച്ചു. അപ്പോൾ അതിൽ വരുന്ന ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്യൂസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇഷ്യൂസിൽ ഫസ്റ്റ് ഫോൾട്ട് ടോളറൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതെപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഭയങ്കര ഹാർഷായിട്ടുള്ള എൻവിറോൺമെൻറ്റിലൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ടു ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെൻസർ നോഡ്സ് ഇൻ ആൻ അൺകൺട്രോൾഡ് ഓർ ഹാർഷ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ ഫോർ ദി സെൻസർ നോട്ട് ടു ബിക്കം ഫോൾട്ടി ആൻഡ് അൺറിലയബിൾ. ഓക്കെ, അതാണ് ഒരു ഇഷ്യൂ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ലോ ലാറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ് മെസ്സേജ് അയച്ചിട്ട് അത് അപ്പം തന്നെ ഒരു എന്താണ് കിട്ടുന്നുണ്ടല്ലോ, അതാണ് ലേറ്റൻസി. അപ്പോൾ ആ ഒരു ഡിലേ കുറവായിരിക്കണം. ഓക്കെ, ദി ഇവൻറ്റ് വിച്ച് ദി ഫ്രെയിംവർക്ക് ഡീൽസ് വിത്ത് ആർ അർജൻറ്റ് വിച്ച് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദി ഓപ്പറേറ്റർ. Therefore, the framework has to be detected and notify the event quickly as soon as possible. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനെ വേണം നമ്മളത്
ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, അതാണ് ഒരു ഇഷ്യൂ, ലോ ലാറ്റൻസി എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? സ്കെയിലബിലിറ്റി. സ്കെയിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നോഡ്, ഇപ്പം ഒരു സെൻസർ നോഡ് അത് 10 പിന്നെ 20 അങ്ങനെ സ്കെയിലബിൾ ആവാം. ഓക്കെ, എ സിസ്റ്റം ഹൂസ് പെർഫോമൻസ് ഇംപ്രൂവ്സ് ആഫ്റ്റർ ആഡിങ് ഹാർഡ്വെയർ പ്രൊപ്പോർഷണലി to the capacity added is said to be scalable system. Okay, the number of sensor node deployed in the sensoring area may be in the order of hundreds or thousands or more. Okay, അതാണ് സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഡിസൈൻ ഇഷ്യൂസിൽ വരുന്നത്. വേറെ എന്താണ്? ട്രാൻസ്മിഷൻ മീഡിയ. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മൾട്ടിപ്പിൾ ഹോപ്പ് സെൻസർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നോട്ട്സ് ആർ ലിങ്ക്ഡ് ബൈ വയർലെസ് മീഡിയം. ഓക്കെ, അപ്പം ദി ട്രഡീഷണൽ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് എ വയർലെസ് ചാനൽ എന്ന് പറയുന്നത് ഫേഡിങ്, ഹൈ എറർ റേറ്റ്, അതൊക്കെയാണ്. മേ ഓൾസോ എഫക്ട് ദി ഓപ്പറേഷൻ ഓഫ് സെൻസർ നെറ്റ്വർക്ക്. ഓക്കെ, then coverage problem. Okay, coverage problem. One fundamental problem in wireless sensor network is the coverage problem, which reflects the quality of the service that can be provided by a particular sensor network. The coverage problem is defined from several points of the view due to variety of sensor networks and wide range of their applications. Okay, then ടോപ്പോളജി ഇഷ്യൂസ്. ടോപ്പോളജി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക് റൂട്ടിംഗ്. ജോഗ്രഫിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Geographic routing is routing principle that relies on geographical position information. ഓക്കെ, അപ്പോൾ ഒരു സെൻസർ നോഡിൽ അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് വെച്ചിട്ടായിരിക്കില്ല, അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് എടുക്കും. Okay, it mainly proposed for wireless networks and based on idea that the source send a message to the geographical location of the destination instead of using the network address. Okay, then sensor halls. Sensor halls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയൻ. എ റൂട്ടിംഗ് ഹാൾ കൺസിസ്റ്റ് ഓഫ് എ റീജിയൻ ഇൻ ദി സെൻസർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം അതിൽ ചിലവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലംസ്. എ റൗട്ടിംഗ് ഹോൾ കൺസിസ്റ്റ് ഓഫ് എ റീജിയൻ ഇൻ സെൻസർ നെറ്റ്വർക്ക് where either node are not available or the available nodes cannot participate in the actual routing of the data due to various possible reasons. Okay, the task of identifying hall is especially challenging since typical wireless sensor network consists of lightweight, low capability nodes that are unaware of their geographical location. Okay, then coverage topology. Coverage problem reflects how well an area is monitored or tracked by sensors. The coverage and connectivity problems in sensor network have received considerable attention in the research community in recent years. Okay, then other issues എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ WSN, വയർലെസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, മീഡിയം ആക്സസ് സ്കീംസ്, ഡിപ്ലോയ്മെൻറ്റ്, ലോക്കലൈസേഷൻ, സിങ്ക്രനൈസേഷൻ ആൻഡ് കാലിബ്രേഷൻ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അല്ല ആർക്കിടെക്ചറിൽ വരുന്ന അങ്ങനത്തെ എല്ലാം. ഓക്കെ, then challenges related to WSN. ഓക്കെ, അതായത് റിയൽ ടൈമിൽ challenges in real time. WSN deals with the real world environment. In many cases, sensors data must be delivered within the time constraint. Okay, so that appropriate observation can be made or action take. Okay, അപ്പം ടൈം ബൗണ്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു അപ്രോപ്രിയേറ്റ് ടൈമിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് പറയുന്നത്. Very few results exist to date regarding meeting real-time requirements in WSN. Most protocols either ignore real-time or simply attempt to process as fast as possible and hope that the speed is sufficient to meet deadlines. Okay, some initial results exist for real-time routing. Today, the limited results that have been appeared for WSN regarding real-time issues has been in routing. Many other functions must also meet real-time constraints including data fusion, data transmission, target and event detection and classification, query processing and security. New results are need to guarantee soft real-time requirements and
ഡീൽ വിത്ത് റിയൽ ടൈം ഓഫ് WSN ലോസ്റ്റ് മെസ്സേജ്. അപ്പം എന്താണ് അതാണ് ഇപ്പോൾ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഞങ്ങൾ ഹാർഡ് റിയൽ ടൈം, സോഫ്റ്റ് റിയൽ ടൈം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ ഹാർഡ് റിയൽ ടൈം എന്ന് പറയുന്ന സമയത്ത് അവിടെ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അത് ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിയാലിറ്റീസിൽ വരുന്ന സമയത്ത് ചിലപ്പം മെസ്സേജ് ലോസ്റ്റ് ആവാം, നോയ്സ് ഉണ്ടാവാം, കൺജഷൻ ഉണ്ടാവാം. ഓക്കെ, അതൊക്കെയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. യൂസിങ് ഫീഡ്ബാക്ക് കൺട്രോൾ ടു അഡ്രസ് ബോത്ത് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയർ ബിഹേവിയർ സീംസ് ടു ഹോൾഡ് പ്രോമിസ്. ഡീലിംഗ് വിത്ത് റിയൽ ടൈം യൂഷ്വലി ഐഡൻറ്റിഫൈസ് ദി നീഡ് ഫോർ ഡിഫറൻഷ്യേറ്റ് സർവീസസ്. ഓക്കെ, ദെൻ ചലഞ്ചിങ് ഇൻ പവർ മാനേജ്മെൻറ്റ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പവർ മാനേജ്മെൻറ്റിലെ ചലഞ്ചിങ്. അതായത് ഇപ്പം നമ്മളൊരു സെൻസർ നോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ ആ ബാറ്ററീൻ്റെ ബേസിലാണല്ലോ ഈ സെൻസർ നോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം പല പ്രോബ്ലംസ് കൊണ്ട് അതിൻ്റെ ആ ഒരു ലൈഫ് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ പ്രീമെച്വർ അത് എന്താവാം, ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പവർ മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പം ലോ കോസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഈസ് വൺ claimed advantages of sensor network. Limited processor bandwidth and small memory are two arguable constraints in sensor, which will disappear with the development of fabrication. However, energy constraint is unlikely to be solved soon due to slow progress in developing battery capacity. Moreover, unintended nature of sensor nodes and hazardous sensing environment preclude battery replacement as feasible solution. On the other hand, the surveillance nature of many sensor network applications requires a long lifetime. Therefore, it is very important research issue to provide a form of energy efficient surveillance service for geographical area. നെക്സ്റ്റ് പറയുന്നത് നെറ്റ്വർക്ക് സ്കെയിൽ ആൻഡ് ടൈം വേരിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് WSN. ഓക്കെ, അതായത് അണ്ടർ സിവിയർ energy constraints, sensor node operate with limited computing, storage and communication capabilities. Depending upon the application, the densities of the WSN may vary widely, ranging from very sparse to very dense. In these sensor nodes, the behavior of sensor node is dynamic and highly adaptable, as they need to self-organize and conserve energy. Focus sensor node to adjust the behavior constantly in response to their current level of activity. Further, the sensor node may be requires adjusting the behavior in response to the erratic and unpredictable behavior of wireless connection caused by high noise level and radio frequency internet to prevent severe performance degradation of application supported. And management at a distance. Sensor node will be deployed at our doorfield such as subway station. It is difficult for managers or operators to manage the network directly. Okay, thus the framework should provide an indirect remote control management system. Okay, അപ്പം മറ്റ് ഇത് നമ്മളുടെ നെറ്റ്വർക്ക് സ്കെയിൽ ആൻഡ് ടൈം വേരിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് WSN അത് പവറിൻ്റെ ബേസിൽ വരുന്ന സംഭവമാണ്. അത് നമ്മളുടെ എനർജി പവർ മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം കുറേ സെൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓരോ ഓപ്പറേറ്ററിനോ അല്ലെങ്കിൽ കുറച്ച് ഓപ്പറേറ്റേഴ്സിനും മാനേജേഴ്സിനും ഡിഫിക്കൽട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഡയറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടത് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളുമാണ് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തു. ഓക്കെ.